പാഠപുസ്തകവുമായി ബന്ധപ്പെട്ട കുറച്ച് വാക്കുകളും അവയുടെ മീനിങ്ങുമാണ് നോക്കുന്നത്. അതിൽ ആദ്യത്തെ വാക്ക് മോക്ക്. മോക്ക് മീൻസ് ഫൂളിംഗ്, പരിഹസിക്കുക എന്നർത്ഥത്തിൽ പറയുന്നു. മോക്ക്, ഫൂളിംഗ്. രണ്ടാമത്തെ വാക്കാണ് പെയിൻറ്റീവ്. പെയിൻറ്റീവ് മീൻസ് സോറോ. പെയിൻറ്റീവ്, സോറോ, സങ്കടപ്പെടുക അല്ലെങ്കിൽ വിഷമിക്കുക എന്നർത്ഥത്തിൽ പറയുന്നു. അടുത്തത് സ്ക്രാപ്പ്. സ്ക്രാപ്പ് മീൻസ് പീസ്, കഷ്ണങ്ങൾ എന്നർത്ഥത്തിൽ പറയുന്നു. അടുത്തത് ഡെസ്പറേറ്റ്. ഡെസ്പറേറ്റ് മീൻസ് വിത്തൗട്ട് ഹോപ്പ്, പ്രതീക്ഷയില്ലാതെ എന്നർത്ഥത്തിൽ പറയുന്നു. അടുത്തതാണ് പ്രൊഡിജി. പ്രൊഡിജി മീൻസ് ജീനിയസ്. പ്രൊഡിജി മീൻസ് ജീനിയസ്. അടുത്തത് സമ്മൺ. സമ്മൺ മീൻസ് ടു കോൾ സംബഡി, ആരെങ്കിലും വിളിക്കുക എന്നർത്ഥത്തിൽ പറയുന്നു. അപ്പം മോക്ക്, ഫൂളിങ്, പെയിൻറ്റീവ്, സോറോ, സ്ക്രാപ്പ്, പീസ്, ഡെസ്പറേറ്റ്, വിത്തൗട്ട് ഹോപ്പ്, പ്രൊഡിജി, ജീനിയസ് അല്ലെങ്കിൽ ക്ലവർ എന്നും പറയാം. സമൺ മീൻസ് ടു കോൾ. അടുത്തത് ക്ലംസി. ക്ലംസി മീൻസ് കെയർലെസ്, നമ്മൾ ശ്രദ്ധയില്ലാണ്ട് എന്ന് പറയുന്നു. അതേപോലെ ലുക്ക് ലൈക്ക് ബാഡ് എന്ന് പറയാം, കാഴ്ചയിൽ വിരൂപരാകുക എന്നർത്ഥത്തിലും പറയാറുണ്ട്. ക്ലംസി മീൻസ് കെയർലെസ് ഓർ ലുക്ക് ലൈക്ക് ബാഡ്. അടുത്തത് അപ്പാരൻറ്റ്. അപ്പാരൻറ്റ് മീൻസ് വെരി ക്ലിയർ എന്നാണ്. അപ്പാരൻറ്റ് മീൻസ് ക്ലിയർ, വളരെ വ്യക്തമാണ് എന്നർത്ഥത്തിൽ പറയുന്നു, വ്യക്തമായത്. അടുത്തത് ഡെസ്പയർ. ഡെസ്പയർ മീൻസ് ലോസ് ഹോപ്പ്, പ്രതീക്ഷ നഷ്ടപ്പെടുക എന്നാണ്. ഡെസ്പയർ മീൻസ് ലോസ് ഹോപ്പ്, പ്രതീക്ഷ നഷ്ടപ്പെടുക. അടുത്തത് റൂത്ത്. റൂത്ത് മീൻസ് പിറ്റി. റൂത്ത് മീൻസ് പിറ്റി, സഹതാപം എന്നർത്ഥത്തിൽ പറയുന്നു. അപ്പം മോക്ക്, ഫൂളിംഗ്, പെയിൻറ്റീവ്, സോറോ, സ്ക്രാപ്പ്, പീസ്, ഡെസ്പറേറ്റ്, വിത്തൗട്ട് ഹോപ്പ്, പ്രൊഡിജി, ജീനിയസ്, സമ്മൺ, ടു കോള്, ക്ലംസി, കെയർലെസ്, അപ്പാരൻറ്റ്, ക്ലിയർ, ഡെസ്പയർ, ലോസ് ഹോപ്പ്, റൂത്ത്, പിറ്റി. അടുത്ത വാക്കാണ് ഈവ് സ്ട്രോപ്പ്. ഈവ് സ്ട്രോപ്പ് മീൻസ് ലിസൺ സീക്രട്ടിലി, നമ്മൾ രഹസ്യമായി കാര്യങ്ങൾ കേൾക്കുക എന്ന് പറയില്ലേ, അതിനാണ് ഈവ് സ്ട്രോപ്പ് മീൻസ് ലിസൺ സീക്രട്ടിലി, അതിനാണ് ഈവ് സ്ട്രോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ലിസൺ സീക്രട്ടിലി. അടുത്താണ് ഗ്രാഫിറ്റി. ഗ്രാഫിറ്റി മീൻസ് റൈറ്റിംഗ് ഓൺ വാൾ, ചുമരെഴുത്തെന്നൊക്കെ പറയില്ലേ, അതിനാണ് ഗ്രാഫിറ്റി എന്ന് പറയുന്നത്. ഗ്രാഫിറ്റി മീൻസ് റൈറ്റിംഗ് ഓൺ വാൾ. അടുത്ത ഇൻഫിനിറ്റേസിമൽ. ഇൻഫിനിറ്റേസിമൽ മീൻസ് എക്സ്ട്രീംലി സ്മോൾ എന്നാണ്, വളരെ ചെറുത്. ഇൻഫിനിറ്റേസിമൽ മീൻസ് എക്സ്ട്രീംലി സ്മോൾ, വളരെ കുഞ്ഞായിട്ടുള്ള ചെറുതായിട്ടുള്ള സാധനങ്ങളാണ് ഇൻഫിനിറ്റേസിമൽ എന്ന് പറയുന്നത്. അതാണ് അഡപ്റ്റ്. അഡപ്റ്റ് മീൻസ് ഗുഡ് അറ്റ് ഡൂയിങ് സംതിങ്, എന്തെങ്കിലും ചെയ്യാനുള്ള, പ്രത്യേക കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ്, അതിനാണ് അഡപ്റ്റ് എന്ന് പറയുന്നത്. അഡപ്റ്റ് മീൻസ് ഗുഡ് അറ്റ് ഡൂയിങ് സംതിങ്, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനുള്ള കഴിവ്, അതിനാണ് അഡപ്റ്റ് എന്ന് പറയുന്നത്. അടുത്തത് ഇലൂഡ്. ഇലൂഡ് മീൻസ് ടു എസ്കേപ്പ്, രക്ഷപ്പെടുക എന്നാണ്. ഇലൂഡ് മീൻസ് ടു എസ്കേപ്പ്, രക്ഷപ്പെട്ടു പോവുക എന്നാണ്. ഫ്യൂരിയസ്. അടുത്തത് ഫ്യൂരിയസ്, ആംഗ്രി. ഫ്യൂരിയസ് മീൻസ് ആംഗ്രി, ദേഷ്യം കാണിക്കുക എന്നാണ്. അടുത്തത് വാഗ്യൂ. വാഗ്യൂ മീൻസ് നോട്ട് ക്ലിയർ എന്നാണ്, അവ്യക്തം എന്നർത്ഥത്തിൽ പറയുന്നു, അല്ലെങ്കിൽ വ്യക്തമല്ലാത്തത്. അടുത്തത് ക്രോക്ഡ്. ക്രോക്ഡ് മീൻസ് ടു ബെൻഡ് എന്നാണ്. ക്രോക്ഡ് മീൻസ് ടു ബെൻഡ്. അടുത്താണ് ക്യൂർ. ക്യൂർ മീൻസ് സംതിങ് സ്ട്രേഞ്ച് ഓർ ഓൾഡ്, നമ്മൾ പറയില്ലേ വളരെ വ്യത്യസ്തമായിട്ടുള്ളത്, അതിനാണ് ക്യൂർ എന്ന് പറയുന്നത്. ക്യൂർ മീൻസ് സംതിങ് സ്ട്രേഞ്ച് അല്ലെങ്കിൽ ഓൾഡ്. അതിനൊരു ഇഡിയം കൂടി ഉണ്ട്, ക്യൂർ ഫിഷ് എന്ന്. ക്യൂർ ഫിഷ് മീൻസ് സ്ട്രേഞ്ച് പേഴ്സൺസ് ആണ്. ക്യൂർ സ്ട്രേഞ്ച് ആണ്, അപ്പം ക്യൂർ ഫിഷ് മീൻസ് സ്ട്രേഞ്ച് പേഴ്സൺ, അതൊരു ഇഡിയമാണ്. അടുത്ത ഓവർ ജോയിഡ്. ഓവർ ജോയിഡ് മീൻസ് എക്സ്ട്രീംലി ഹാപ്പി എന്നാണ്, വളരെയധികം സന്തോഷിക്കുക. ഓവർ ജോയിഡ് മീൻസ് എക്സ്ട്രീംലി ഹാപ്പി. നമ്മൾ പറയില്ല ഓവർ എന്ന് പറയുന്നത്. പിന്നെ ജോയ്. ജോയ് എന്ന് പറഞ്ഞാൽ സന്തോഷമാണ്. ഓവർ മീൻസ് അധികമായി, ജോയ് മീൻസ് സന്തോഷം. അപ്പോൾ ഓവർ ജോയിഡ്, എക്സ്ട്രീംലി ഹാപ്പി. അപ്പോൾ ഇവാസ്ട്രോപ്പ് അല്ലെങ്കിൽ ഈവ് സ്ട്രോപ്പ്. ഇവാസ്ട്രോപ്പ് അല്ല, ഈവ് സ്ട്രോപ്പ് മീൻസ് ലിസൺ സീക്രട്ടിലി. ഗ്രാഫിറ്റി മീൻസ് റൈറ്റിംഗ് ഓൺ വാള്. ഇൻഫിനിറ്റേസിമൽ മീൻസ് എക്സ്ട്രീംലി സ്മോള്. അഡപ്റ്റ് മീൻസ് ഗുഡ് അറ്റ് ഡൂയിങ് സംതിങ്. അതേപോലെ ഇലൂഡ് മീൻസ് ടു എസ്കേപ്പ്. ഫ്യൂരിയസ് മീൻസ് ആംഗ്രി. വാഗ്യൂ മീൻസ് നോട്ട് ക്ലിയർ. ക്രോക്ഡ് മീൻസ് ടു ബെൻഡ്. ക്യൂർ മീൻസ് സംതിങ് സ്ട്രേഞ്ച് ഓർ ഓൾഡ്. ഓവർ ജോയിഡ് മീൻസ് എക്സ്ട്രീംലി ഹാപ്പി.